ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഗിറ്റ് ഇനീഷ്യലൈസേഷനെ കുറിച്ച് പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഗിറ്റ് വർക്ക് ചെയ്യുന്നത്, ഇന്റേണലി എങ്ങനെയാണ് ഗിറ്റ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത് വിത്ത് പ്രോപ്പർ എക്സാമ്പിൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് പോയി കാണുക, എന്നിട്ട് മാത്രം ഇങ്ങോട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ക്ലിക്ക് ആവും. അപ്പം ഇൻട്രൊഡക്ഷൻ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ചിയേഴ്സ്. ഇത് കോളയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല, സത്യമായിട്ടും കോളയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ ഒരു ഗിറ്റ് എന്ന് പറഞ്ഞൊരു സാമ്പിൾ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഉള്ളിലായിരുന്നു ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്തത്. ഇവിടെ തന്നെയാണ് ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്മിറ്റ് ചെയ്യുമ്പോഴുള്ള ഓരോരോ ഫേസസിലൂടെ നമ്മൾ കടന്നു പോകും. കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് ഫയലൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമുക്കൊരു .js ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിൽ 2 ഫംഗ്ഷനൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, അതിന് ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് VS കോഡിൽ ഓപ്പൺ ചെയ്യുകയാണ് ഈ പർട്ടിക്കുലർ പാത്ത്. എന്നിട്ട് ഞാനിവിടെ ഒരു JS ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ utils.js. ഓക്കെ, ഇവിടെ 2 ഫംഗ്ഷൻ ഉണ്ടാവും, ഒന്ന് സ്ക്വയർ, ഒന്ന് ക്യൂബ്. ഒരു നമ്പറിൻ്റെ സ്ക്വയർ കാണും, മറ്റേത് ക്യൂബ് കാണും, അത്രമാത്രം. ഓക്കെ, അപ്പം ഈ ഒരു ഫയൽ ഞാൻ ആഡ് ചെയ്തു. ഇവിടെ ഓൾറെഡി ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡയറക്ടറിയിൽ ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്ത ആ സ്ഥലത്താണ് ഞാൻ യൂട്ടിൽസ് എന്ന് പറഞ്ഞ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇപ്പം ഗിറ്റിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ പറയുകയാണ് ഈ ഒരു പർട്ടിക്കുലർ ഫയലിൽ എന്ത് ചേഞ്ചസ് വന്നാലും ഗിറ്റിനും അത് ട്രാക്ക് ചെയ്യാൻ പറയുകയാണ്. പക്ഷെ ഇതുവരെ ഗിറ്റ് അത് ട്രാക്ക് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ മോർ ഓപ്ഷനിൽ ഗിറ്റ് ബാഷ് കൊടുക്കുക. ഇത് ഈ ഒരു പർട്ടിക്കുലർ പാത്തിൽ ഇത് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് ഈ ഒരു കമാൻഡ് കൊടുക്കുക, ഗിറ്റ് സ്റ്റാറ്റസ്, എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. ഓൺ ബ്രാഞ്ച് മാസ്റ്റർ, ഞാൻ പറഞ്ഞു ബൈ ഡിഫോൾട്ട് ഗിറ്റ് തരുന്ന ബ്രാഞ്ചിൻ്റെ നെയിം മാസ്റ്റർ ആയിരിക്കും. അതാണ് ഇവിടെ ഓൺ ബ്രാഞ്ച് മാസ്റ്റർ. നോ കമ്മിറ്റ് സെറ്റ്, കാരണം നമ്മൾ ഒരു കമ്മിറ്റും ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ അൺട്രാക്ഡ് ഫയലിലാണ് ഈ utils.js എന്ന് പറഞ്ഞ ഫയൽ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗിറ്റിനോട് നമ്മൾ പറയുകയാണ് ഈ പർട്ടിക്കുലർ JS ഫയൽ ട്രാക്ക് ചെയ്യണം, അതിൽ എന്ത് ചേഞ്ചസ് വന്നാലും നിങ്ങൾ ട്രാക്ക് ചെയ്യണമെന്ന് ഗിറ്റിനോട് പറയുകയാണ്. അപ്പം ട്രാക്ക് ചെയ്യാൻ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കോഡ് ഇതിൽ ആഡ് ചെയ്യാം, ഒരു ഫംഗ്ഷൻ ആഡ് ചെയ്യാം, സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പം ഫംഗ്ഷൻ സ്ക്വയർ ഫംഗ്ഷൻ, സ്ക്വയറിൻ്റെ സ്പെല്ലിങ് സ്ക്വയറിൻ്റെ സ്പെല്ലിംഗ് എന്താ മറന്നുപോയി. സ്ക്വയർ ഇതൊരു നമ്പർ എടുക്കും, ആ നമ്പറിൻ്റെ സ്ക്വയർ കാണും. അപ്പോൾ റിട്ടേൺ ദാറ്റ് എൻഡ് ഇൻ 10. ഓക്കെ, അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അത് കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഞാൻ ഇവിടെ ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഗിറ്റ് ബാഷ് ഒന്നുകൂടി പോകും. അപ്പോൾ ഇനി ഞാൻ പറയുകയാണ് JS ഫയൽ നിങ്ങൾ ട്രാക്ക് ചെയ്തോ എന്ന് പറയുകയാണ്, ഗിറ്റിനോട് പറയുകയാണ്. ആ ഗിറ്റിനോട് പറയുകയാണെങ്കിൽ നമ്മൾ പുതിയൊരു കമാൻഡ് കൊടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഈ .git ഡയറക്ടറിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കാം, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ. ഇല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്ത പോലെ ഒന്നും ചേഞ്ച് ആയിട്ടില്ല, എല്ലാം അതേപോലെ തന്നെ ഉണ്ട്. ഒബ്ജക്ട്സിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇൻഫോ അതിലൊന്നുമില്ല, മറ്റേത് പാക്കിൽ ഒന്നുമില്ല, പിന്നെ വാട്ട് അബൌട്ട് റബ്സ് ഒന്നുമില്ല. ഓക്കെ, ഇനിയാണ് നമ്മളുടെ കിളികൾ മാറി വരുന്നത്. ഇനി ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുക, ഗിറ്റ് ആഡ് ഫയൽ നെയിം. ഓക്കെ, ഇവിടെ എൻ്റെ ഫയലിൻ്റെ നെയിം എന്താ, utils.js.
യൂട്ടിൽ യു എന്ന് കൊടുക്കുക, എന്നിട്ട് ടാബ് അടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ യൂട്ടിൽ ഡോട്ട് ജെ എസ് എന്ന ഫയൽ എടുക്കും. എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഗിറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പർട്ടിക്കുലർ ഫയൽ യൂട്ടിൽസ് ഡോട്ട് ജെ എസ് എന്ന ഫയൽ അതിൽ എന്ത് ചേഞ്ചസ് ഉണ്ടെങ്കിലും ഗിറ്റ് ട്രാക്ക് ചെയ്യും. അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത കമാൻഡാണ് ഗിറ്റ് ആഡ് ദ പർട്ടിക്കുലർ ഫയൽ നെയിം. ഈ ഒരു ഫേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേജിങ് ഫേസ് എന്ന് പറയാം. ഒരു പർട്ടിക്കുലർ ഫയൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ടറി എന്തെങ്കിലും ആയിക്കോട്ടെ, അത് സ്റ്റേജിങ്ങിൽ എത്തിയാൽ മാത്രമേ അത് നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 3 സ്റ്റേജാണുള്ളത്. ഒന്ന് നിങ്ങൾ ഇവിടെ കണ്ടത് അൺട്രാക്ക് സ്റ്റേജ്. ഇനീഷ്യലി നിങ്ങളൊരു ഫയലോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പം അത് അൺട്രാക്ക്ഡ് സ്റ്റേജ് ആയിരിക്കും. പിന്നെ ഗിറ്റ് ആഡ് ആ പർട്ടിക്കുലർ ഫയൽ നെയിം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റേജിംഗ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് പോകും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫേസ് ആണ് കമ്മിറ്റ്. അങ്ങനെ 3 ഫേസ് ആണ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഗിറ്റ് ഫോളോ ചെയ്യുന്നത്. അത് മൈൻഡിൽ വെക്കുക. ഇനി നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ എന്താ പറയുക റെപ്പോസിറ്ററിൻ്റെ സ്റ്റാറ്റസ് നോക്കാം. അപ്പം ഗിറ്റ് സ്റ്റാറ്റസ് ഒന്നുകൂടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് മെസ്സേജ് ആയിരിക്കും ഇവിടെ കിട്ടും. ഇവിടെ ഉണ്ടോ, ഓൺ ഗിറ്റ് മാസ്റ്റർ നോ കമ്മിറ്റ് സെറ്റ്. നമ്മൾ ഇതുവരെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ചേഞ്ചസ് ടു ബി കമ്മിറ്റഡ്, എന്താണ് നമ്മൾ കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത്, അതാണ് ഈ ന്യൂ ഫയൽ യൂട്ടിൽസ് ഡോട്ട് ജെ എസ്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഇത് കോളയാണ് കേട്ടോ. പിന്നെ ഡോട്ട് ഗിറ്റിലേക്ക് പോവാം. ഇനി ഇവിടെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. ഇവിടെ ഇൻഡെക്സ് എന്നുള്ളൊരു ഫയൽ ആഡ് ചെയ്ത്, അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ളത് റബ്സിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഒബ്ജക്ട്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ നമുക്ക് നോക്കാം. ഒബ്ജക്റ്റിൽ പുതിയൊരു ഫോൾഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 6F എന്ന് പറഞ്ഞൊരു ഫോൾഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു എന്ത് കാണാം, ഒരു ഹാഷ് കാണാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് വരാം. അത് ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഹാഷ് ഫയൽസ് ക്രിയേറ്റ് ആകും. അതിലൊന്നാണ് ഇത്. അപ്പം 3 കൂടി ഒരുമിച്ച് നമുക്ക് നോക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫയല് കമ്മിറ്റ് ചെയ്യാം, എന്നിട്ട് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, റബ്സിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കാം. റബ്സ് ഹെഡ്സ് ഇല്ല, ഒന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഫയല് കമ്മിറ്റ് ചെയ്യാം. അപ്പോൾ കമ്മിറ്റ് ചെയ്യേണ്ട കമാൻഡ് എന്ന് പറഞ്ഞാൽ ഗിറ്റ് കമ്മിറ്റ്. കമ്മിറ്റ് ഈസ് നത്തിങ് ബട്ട് സേവിങ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ് സേവ് ചെയ്യാണ്. ഞാൻ സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആഡ് ചെയ്തു, അത് ഒരു സ്റ്റേറ്റ്. ഈ കമ്മിറ്റ് കഴിഞ്ഞാൽ ഞാൻ വേറൊരു ഫംഗ്ഷൻ ആഡ് ചെയ്യുമ്പോൾ അത് രണ്ടാമത്തെ സ്റ്റേറ്റ്. അപ്പം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എനിക്ക് ക്യൂ ഫംഗ്ഷൻ, അതായത് നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ എനിക്ക് വേണ്ടാന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകാം. അങ്ങനെ കണ്ടെത്തിയാൽ മതി, അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിറ്റ് കമ്മിറ്റ്, ഇവിടെ ഒരു ഫ്ലാഗ് കൊടുക്കുക, -m. -m എന്ന് പറഞ്ഞാൽ മെസ്സേജ്, M സ്റ്റാൻഡ്സ് ഫോർ മെസ്സേജ്. എന്നിട്ട് ഡബിൾ കോട്ട്സിൽ നിങ്ങൾക്ക് മെസ്സേജ് കൊടുക്കാം, കമ്മിറ്റ് മെസ്സേജ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ സ്ക്വയർ ഫംഗ്ഷൻ ആഡഡ്. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും സ്ക്വയർ ഫംഗ്ഷൻ ആഡഡ്, 1 ഫയൽ ചേഞ്ച്, 3 ഇൻസേഷൻസ്, ക്രിയേറ്റ് മോഡ്. ഇത് ഈ 2 കാര്യങ്ങൾ ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മാസ്റ്റർ ബ്രാഞ്ചിൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നമുക്കൊന്നുകൂടി ഗിറ്റ് സ്റ്റാറ്റസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. കണ്ടോ, ഓൺ ബ്രാഞ്ച് മാസ്റ്റർ നത്തിങ് ടു കമ്മിറ്റ്, വർക്കിംഗ് ട്രീ ഈസ് ക്ലീൻ. വർക്കിംഗ് ട്രീ ഈസ് ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫയല് ആഡ് ചെയ്തിട്ടുള്ളൂ. ആ ഫയലിൽ വേണ്ട ചേഞ്ചസ് ഒക്കെ നടത്തി നമ്മൾ കമ്മിറ്റ് ചെയ്തു. ഇനി ഒന്നും കമ്മിറ്റ് ചെയ്യാനില്ല. ഓക്കെ, ഇനി പുതിയ എന്തെങ്കിലും ചേഞ്ചസ് ആ പർട്ടിക്കുലർ ഫയലിൽ വന്നാലേ വർക്കിംഗ് ട്രീ ക്ലീൻ ആവാതെ ഇരിക്കുള്ളൂ. ഇപ്പം ക്ലീൻ ആണ്, നമ്മൾ തൊട്ടിട്ടില്ല. ഓക്കെ, അപ്പം കമ്മിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ കമ്മിറ്റ് ചെയ്ത കാര്യം കാണണ്ടേ, അതെങ്ങനെയാണ് കാണുക? അതിനുള്ള കമാൻഡാണ് ഗിറ്റ് ലോഗ് എന്ന് കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പം ഇവിടെ
എന്ത് കാണും? കമ്മിറ്റ്, ഓതർ, ഡേറ്റ്, പിന്നെ കമ്മിറ്റ് മെസ്സേജ്. ഈ കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാലാണ് ഇതാണ് കമ്മിറ്റിൻ്റെ ഹാഷ് ഐ ഡി. ഇത് നിങ്ങളിപ്പം മനസ്സിൽ വെക്കുക. നമ്മൾ .git ഡയറക്ടറിയിൽ പോകുമ്പോൾ ഇത് ആവശ്യമുണ്ട്. പിന്നെ ഓതർ, ആരാണോ കമ്മിറ്റ് ചെയ്യുന്നത് അവരുടെ പേര്. ഓക്കെ. പിന്നെ ഡേറ്റ്, ഡേറ്റ് എപ്പോഴാണോ കമ്മിറ്റ് ചെയ്തത്, പിന്നെ പ്ലസ് ടൈം. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ കമ്മിറ്റ് മെസ്സേജ്. ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ഇനി നമുക്ക് .git എന്ന് പറഞ്ഞ ഡയറക്ടറിയിൽ പോവാം. എന്തൊക്കെ ചേഞ്ചസ് ആണ് അവിടെ വന്നത്. ഓക്കെ, .gitലേക്ക് പോവാം. .gitലേക്ക് പോയിട്ട് ഇവിടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വലിയ കാര്യമാക്കണ്ട. പിന്നെ ഈ commit_edit മെസ്സേജ് എന്ന് പറഞ്ഞ ഒരു ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് തുറന്നു നോക്കാം. ഇതിൽ കമ്മിറ്റിൻ്റെ ഹിസ്റ്ററീസ് ഉണ്ടാവും. കണ്ടോ? ആ കമ്മിറ്റ് മെസ്സേജ് ഇല്ലേ ഞാൻ ആഡ് ചെയ്ത്, അതിൻ്റെ ഹിസ്റ്ററീസ് ഇങ്ങനെ കീപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു കമ്മിറ്റും കൂടി നമ്മൾ ചെയ്യും. ആ ടൈമിൽ നമുക്ക് ഇതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ ഇവിടെ ലോഗ്, അത് ഓരോ ടൈമിൽ കമ്മിറ്റ് ചെയ്യുന്നതിന് ലോഗ്സ് ഇവിടെ കീപ്പ് ചെയ്യും. ഇവിടെ റെഫ്സ്, ഹെഡ്സ്, മാസ്റ്റർ, ഇതിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ കമ്മിറ്റ് മെസ്സേജും അതിൻ്റെ മെറ്റാഡാറ്റ കാര്യങ്ങളൊക്കെ. ഈ ലോഗ്സ് എന്നുള്ള ഫയൽ ഇപ്പം നിങ്ങൾ വെറീഡ് ആവണ്ട, അത് വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് കമ്മിറ്റിൻ്റെ ലോഗ്സ് കീപ്പ് ചെയ്യുന്നു, അത്രമാത്രം. ഇവിടെ മെയിൻ ഇൻട്രസ്റ്റിംഗ് കാര്യമുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ 3 ഒബ്ജക്റ്റ് ടൈപ്സ് ക്രിയേറ്റ് ആവും. ഒന്ന് കമ്മിറ്റ്, ഒന്ന് ട്രീ, പിന്നെ കണ്ടന്റ്. ഓക്കെ, ആ 3 കാര്യങ്ങൾക്കും ഓരോ ഫയൽസ് അവിടെ ക്രിയേറ്റ് ആകും. ആ ഫയൽസിൻ്റെ ഫയൽ നെയിം ആയിട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റ് ടൈപ്പിൻ്റെ ഹാഷ് കീ ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒബ്ജക്ട്സ് എന്ന ഫോൾഡറിൽ കാണാൻ പോകുന്നത്. ഓക്കെ, ഒബ്ജക്ട്സിൽ ആദ്യം ഉണ്ടായിരുന്നത് ഇൻഫോയും ഈ പാക്കും മാത്രം. ഇപ്പം അത് കൂടാതെ ഈ 3 ഫോൾഡറും കൂടി വന്നു. ഇനി അത് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ് സി ദി ഫസ്റ്റ് വൺ, 6F. ഇത് ഓപ്പൺ ചെയ്യാം. ഇത് നിങ്ങളൊന്ന് നോട്ട് പാഡ് വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. ഒന്നും മനസ്സിലാവില്ല, ചൈനീസ് ഭാഷകളോ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ഇത് നമുക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗിറ്റ് ഒരു കമാൻഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കണ്ടന്റ് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഗിറ്റ് ബാഷിലേക്ക് പോവുക. ഗിറ്റ് ബാഷ് പോയിട്ട് ഈ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യുക, ഗിറ്റ് cat ഫയൽ. ഓക്കെ, കാറ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ഗിറ്റ് സ്പെസിഫിക് കമാൻഡ് ആണ്. അത് അല്ലാതെ ലിനക്സിൽ കാറ്റ് എന്നുള്ള കമാൻഡ് അല്ല. ലിനക്സിൽ കാറ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫയലിൻ്റെ കണ്ടന്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ കാറ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ഗിറ്റിൻ്റെ ഒബ്ജക്റ്റ് ടൈപ്പിൻ്റെ ഉള്ളിലെ കണ്ടന്റ് അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാറ്റ് ഫയൽ യൂസ് ചെയ്യുന്നത്. കാറ്റ് ഫയൽ അലോൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ കൂടെ ഒരു ഫ്ലാഗും കൂടി ആഡ് ചെയ്യണം. കുറേ ഫ്ലാഗ് ഉണ്ട്, പക്ഷേ അതിൽ ഇപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് -p ആണ്. P സ്റ്റാൻഡ്സ് ഫോർ pretty print. ഓക്കെ, -p. എന്നിട്ട് നമുക്ക് ആ കോപ്പി ചെയ്ത ഹാഷ് കീ ഇല്ലേ, അത് ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. അത് കോപ്പി ആയിട്ടില്ല, ഒന്നുകൂടെ കോപ്പി ചെയ്യട്ടെ. കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എൻ്റർ അടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടി, നോട്ട് എ വാലിഡ് ഒബ്ജക്റ്റ് നെയിം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ SHA കീസ് 40 ഡിജിറ്റ് ക്യാരക്ടറാണ്. ഓക്കെ, ഇത് എത്ര ഡിജിറ്റ് ഉണ്ട്? ഇത് അതിൽ കുറവായിരിക്കും. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ 1 by 1 എണ്ണൊന്നും വേണ്ട. നിങ്ങളെ ബ്രൗസറിലേക്ക് പോവുക, നിങ്ങളെ കൺസോൾ എടുക്കുക, ഡബിൾ കോട്ട് ഇടുക, കോപ്പി ചെയ്ത സാധനം ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഡോട്ട് ലെങ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ലെങ്ത് കിട്ടും. അപ്പം 38 ആണ് ഇതുള്ളൂ. ബാക്കി 2 എണ്ണം ഇവിടെ, ആ 2 എണ്ണമാണ് ആ ഫോൾഡറിൻ്റെ നെയിമായിട്ട് വെച്ചത്. കണ്ടോ, ഇവിടെ ഒരു ഫോൾഡർ ഇല്ലേ, ഈ 6F, അതാണ് ബാക്കി 2 എണ്ണം. അപ്പോൾ 6Fഉം കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ വർക്കാവേണ്ടതാണ്. നോക്കാം, 6F എന്നിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ, ഇവിടെ എന്താ ഫങ്ഷൻ സ്ക്വയർ n റിട്ടേൺ n. അതെന്താണ്? നമ്മളിവിടെ ഈ യൂട്ടിൽസ് ഫയലിൻ്റെ ഉള്ളിലത്തെ കണ്ടന്റ്, ഇതല്ല എൻ്റെ കണ്ടന്റ്, ഇതല്ല ഞാൻ ഗിറ്റിനോട് ട്രാക്ക് ചെയ്യാൻ പറഞ്ഞ util.js.
അപ്പോൾ utils.js എന്ന ഫയൽ നെയിം അല്ല ഗിറ്റ് സ്റ്റോർ ചെയ്യുന്നത്, മറിച്ച് അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു ബ്ലോബ് ഒബ്ജക്റ്റ് ടൈപ്പ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ബ്ലോബ് ഒബ്ജക്റ്റ് ടൈപ്പ് ഉണ്ട്, അത് സ്റ്റോർ ചെയ്യുന്നത് കണ്ടന്റ് ഓഫ് ദി പർട്ടിക്കുലർ ഫയൽ. അപ്പോൾ ഈ കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്നത്, ഫംഗ്ഷൻ സ്ക്വയർ ഇത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് D6 എന്താണ് നോക്കാം. ഇവിടെ ഈ ഒരു ഹാഷ് കോപ്പി ചെയ്യുക. ഈ ഷോർട്ട് കട്ട് അറിയില്ലേ, ഫംഗ്ഷൻ F2 കൊടുത്താൽ ഇവിടെ അത് ഫുള്ള് സെലക്ട് ആയിട്ട് കിട്ടും. ഓക്കെ, ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇതേ കമാൻഡ്, എന്തായിരുന്നു അതിൻ്റെ ഫോൾഡർ നെയിം, D6 കൊടുക്കുക, D6ൽ പേസ്റ്റ്. ഓക്കെ, എൻ്റർ അടിക്കുക. അപ്പം ഈ D6 എന്ന് പറഞ്ഞത് എന്താണ്, നമ്മളുടെ കമ്മിറ്റ് ഒബ്ജക്റ്റ് ടൈപ്പ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റ് ഒബ്ജക്റ്റ് ടൈപ്പ്. അതിൽ ഇവിടെ കമ്മിറ്റ് മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ആരാണ് കമ്മിറ്റ് ചെയ്തത്, അതാണ് കമ്മിറ്റർ, ഓതർ സെയിം. പിന്നെ ഈ ട്രീൻ്റെ ഹാഷ്, ട്രീ ഒബ്ജക്റ്റ് ടൈപ്പും കൂടി സ്റ്റോർ ചെയ്യുന്ന ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഹാഷ് കീ ആണ് ഇത്. അപ്പോൾ അതിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഹാഷ് കീ സ്റ്റാർട്ട് ചെയ്യുന്നത് E5 വെച്ചിട്ടാണ്. അപ്പോൾ E5 എന്നുള്ള ഫോൾഡർ അവിടെ ഉണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ അതായിരിക്കും നമ്മളുടെ ട്രീ ഒബ്ജക്റ്റ് ടൈപ്പ്. കണ്ടോ, E5 കറക്റ്റ് അല്ലേ. അപ്പം എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലും ഫയലുണ്ട്. ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നില്ല, ഞാൻ ഇവിടുന്ന് തന്നെ കോപ്പി ചെയ്യാം. ആ ട്രീ ഒബ്ജക്റ്റ് ടൈപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ പോവാ, E5 ക്ലിക്ക് ചെയ്യുക, കോപ്പി. പിന്നെ ഗിറ്റ് ബാഷിൽ Ctrl+V Ctrl+C വർക്ക് ചെയ്യില്ല, കാരണം അത് ലിനക്സിൻ്റെ ഇതാണ്. നിങ്ങൾ ലിനക്സിൻ്റെ എന്താ ഷിഫ്റ്റ് ഇതില്ലേ, ഇവിടെ കോപ്പിക്ക് കൺട്രോൾ ഇൻസേർട്ടും പേസ്റ്റിന് ഷിഫ്റ്റ് ഇൻസേർട്ടും ആണ് ഷോർട്ട് കീ എന്ന് പറയുന്നത്. ഇതിവിടെ പേസ്റ്റ് ചെയ്യാം, പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ട്രീ ഒബ്ജക്റ്റ് ടൈപ്പിൻ്റെ ഇത് കിട്ടും. ട്രാൻസ്ഫോം ചെയ്ത രീതി ഇങ്ങനെയാണ്. ഇത് കുറേ പാർട്ടില്ല, ഇത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഈ 100644 അത് എന്താ പറയുക, പെർമിഷൻ മോഡാണ്, റീഡ് റൈറ്റ് പെർമിഷൻ. അതായത് ഈ ഒരു utils.js എന്ന് പറഞ്ഞ ഫയലിൻ്റെ പെർമിഷൻ എന്താണോ അതിൻ്റെ കോഡാണിത്. പിന്നെ ആ പർട്ടിക്കുലർ ഫയലിൻ്റെ ടൈപ്പ്, അത് ബ്ലോക്ക് ടൈപ്പ്. പിന്നെ ഇത് എന്താണ് 6FCA, ഇത് അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ്. അത് കണ്ടന്റാന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ആഷ് ഐഡിയും സെയിം അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ്, പിന്നെ ഫയൽ നെയിം utils.js. അപ്പം ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, റബ്സ് ആണ്. ഓക്കെ, ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ നമ്മൾ കമ്മിറ്റിൻ്റെ ഹാഷ് ഇല്ലേ, കമ്മിറ്റിൻ്റെ ഹാഷ് ഏതാണ്, D6. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇവിടെ റബ്സിൽ ഹെഡ്സിൽ ഏത് ബ്രാഞ്ചിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ ഓരോ ബ്രാഞ്ചിനും ഇവിടെ ഓരോ ഫയൽ ക്രിയേറ്റ് ചെയ്യും. ആ ഫയലിൻ്റെ ഉള്ളിൽ ലേറ്റസ്റ്റ് കമ്മിറ്റിൻ്റെ ഹാഷ് ഐ ഡി ആണ് സേവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇപ്പം ഞാൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇപ്പം ഫസ്റ്റ് കമ്മിറ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു ഹെഡ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ മാസ്റ്റർ എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാക്കി. അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ലേറ്റസ്റ്റ് കമ്മിറ്റിൻ്റെ ഹാഷ് ഐ ഡി കാണാൻ പറ്റും. അതാണ് ഈ D6. ഓക്കെ, ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗിറ്റ് ലോഗ് കൊടുത്തില്ലേ, ഗിറ്റ് ലോഗ് കൊടുക്കുമ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് കമ്മിറ്റ്, അതായത് ഫസ്റ്റ് കമ്മിറ്റ്, അത് D6EF ഇതാണ്. ഇതേ സെയിം ഹാഷ് കീ ആണ് ഈ ഒരു പർട്ടിക്കുലർ ഇവിടെ റബ്സിൽ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഒരു കമ്മിറ്റും കൂടി ചെയ്യുന്ന സമയത്ത് ഈ ഒരു പർട്ടിക്കുലർ ഹാഷ് കീ ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അത്രയും മനസ്സിലായെന്ന്
വിചാരിക്കുന്നു. ഇതെപ്പോഴാണ് ഇങ്ങോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു ഒബ്ജക്ട്സിൽ കമ്മിറ്റിൻ്റെ ഈ ഒബ്ജക്റ്റും കൂടി ക്രിയേറ്റ് ആവും. എന്നിട്ട് ഗിറ്റ് തന്നെ ഇത് ഈ ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യും. അപ്പോൾ ഗിറ്റിന് എങ്ങനെ മനസ്സിലാവുക ഞാൻ ഏത് ബ്രാഞ്ചിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന്? എന്നാലല്ലേ ആ പർട്ടിക്കുലർ ബ്രാഞ്ചിൻ്റെ ഫയൽ ഐ ഹെഡ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെ മനസ്സിലാവുക? അത് മനസ്സിലാവുന്നത് യൂസിങ് ദിസ് ഹെഡ് ഫയൽ. ഇത് ഞാൻ പറഞ്ഞു ഏത് ബ്രാഞ്ചിലാണോ നമ്മളിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് ആ ബ്രാഞ്ചിൻ്റെ പോയിന്റർ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു കമ്മിറ്റും കൂടി ചെയ്യാം, എന്നിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ എന്താന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടി പോകുന്നു, പുതിയൊരു ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നു. ഫംഗ്ഷൻ ക്യൂബ് n return n into n. ഓക്കെ, ക്യൂബ് സേവ് ചെയ്തു. ഗിറ്റ് ബാഷ് പോവാണ്. ഗിറ്റ് ബാഷ് പോയിട്ട് ഗിറ്റ് സ്റ്റാറ്റസ് കൊടുക്കണം. ഇപ്പോൾ സ്റ്റാറ്റസ് കൊടുക്കുന്ന ടൈമിൽ ഇവിടെ എന്താ കാണിച്ചത്? ഇപ്പം അൺട്രാക്ക്ഡ് ഫയൽ എന്ന് വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി അത് ഗിറ്റിന് ട്രാക്ക് ചെയ്യാൻ കൊടുത്തു. അത്തരം കൊടുത്ത ഫയൽസ് ഓൾറെഡി സ്റ്റേജ്ഡ് ഫയൽ എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഇവിടെ ചേഞ്ചസ് നോട്ട് സ്റ്റേജ്ഡ് ഫോർ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേജ് ചെയ്തിട്ടില്ല, പക്ഷേ ഓൾറെഡി അത് ഗിറ്റിൻ്റെ ട്രാക്കിലാണ്. ഈ ഒരു ഫയലാണ് ഇത്. അങ്ങനെയാണ് ഇതിൻ്റെ മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജ് ചെയ്യണം. എങ്ങനെ സ്റ്റേജ് ചെയ്യുക? ഗിറ്റ് ആഡ് utils.js. അപ്പോൾ അത് സ്റ്റേജ് ആയി. അപ്പോൾ ഗിറ്റ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ചേഞ്ചസ് ടു ബി കമ്മിറ്റഡ്, സ്റ്റേജ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ കമ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്താണ് അടുത്തത്? കമ്മിറ്റ്. അപ്പോൾ ഗിറ്റ് കമ്മിറ്റ് -m. പിന്നെ കമ്മിറ്റ് മൾട്ടിപ്പിൾ രീതി ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ 2 മെസ്സേജ് കൊടുക്കാൻ പറ്റും. അത് ഒരു കാര്യമാണ്. ഇപ്പോൾ ഗിറ്റ് കമ്മിറ്റ് -m, ഒന്നാമത്തെ മെസ്സേജ് ഞാൻ കൊടുക്കുകയാണ്, എന്താ പറയുക, ക്യൂബ് ഫങ്ഷൻ ആഡഡ്. ഇനി ഒരു മെസ്സേജും കൂടി കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ്? കോമയല്ല, -m കൊടുക്കുക, ഒന്നുകൂടി ഒരു മെസ്സേജ് എഴുതുക, ഞാൻ സെക്കൻഡ് കമ്മിറ്റ് എന്ന് എഴുതും. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കുക. ജസ്റ്റ് ഗിറ്റ് കമ്മിറ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഗിറ്റിൽ കോൺഫിഗർ ചെയ്ത നിങ്ങളുടെ ഇതില്ലേ ടെക്സ്റ്റ് എഡിറ്റർ, അത് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിങ്ങൾ കമ്മിറ്റ് മെസ്സേജ് ലോങ് ആയിട്ട് പാരഗ്രാഫ് ഒക്കെ കൊടുക്കാൻ പറ്റും, എന്നിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതും മൈൻഡിൽ വെക്കുക. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഗിറ്റ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കമ്മിറ്റ് ചെയ്തു. ഇനി ഗിറ്റ് സ്റ്റാറ്റസ് കൊടുക്കുകയാണ്, വർക്കിംഗ് ട്രീ ക്ലീൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഗിറ്റ് ലോഗോ കൊടുക്കുക. ലോഗോ കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ കമ്മിറ്റും അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ലേറ്റസ്റ്റ് കമ്മിറ്റ്. ഇനി നമ്മൾ ഇവിടെ ലേറ്റസ്റ്റ് കമ്മിറ്റിൻ്റെ ഹാഷ് കീയിൽ ഫസ്റ്റ് 2 ഡിജിറ്റ് CB എന്നാണ്. ഇനി ഒബ്ജക്ട്സിൽ പോയാൽ എന്ത് ഉണ്ടാവും? 6 ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. 1 2 3 4 5 6 6 ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിൽ CB 616 ആണ് ലേറ്റസ്റ്റ് കമ്മിറ്റ്. അപ്പോൾ നമ്മൾ ഹെഡ്സിലൊന്ന് പോയി നോക്കാം, അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ. അപ്പോൾ ഹെഡ്സിൽ ഇവിടെ മാസ്റ്ററിൽ ഇവിടെ കണ്ടോ CB 616, അപ്പോൾ അതും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ ഉറങ്ങാൻ നേരം ഇങ്ങനെ ഫോണിൽ കണ്ടിട്ട് അവിടെ കിടന്ന് ഉറങ്ങരുത്, ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഒരു കാര്യം തലയിൽ കയറില്ല. എന്നിട്ട് നിങ്ങളുടെ ഡൗട്ടൊക്കെ കമൻറ്റ് ചെയ്യും, ബാക്കി ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ഇത് കോളയാണ് കേട്ടോ, സത്യമായിട്ട് കോളയാണ്. അപ്പോൾ ബൈ.